ജസ്ന തിരോധാനത്തിൽ CBIക്ക് പല കാര്യങ്ങളും കണ്ടെത്താനായിട്ടില്ലെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ്. ജസ്നയെ അപായപ്പെടുത്തിയതാകാം. തിരോധാനത്തിന്റെ അവശേഷിപ്പുകൾ മുണ്ടക്കയത്ത് തന്നെയുണ്ട്. തന്റെ സമാന്തരമായ അന്വേഷണത്തിലൂടെ പല കാര്യങ്ങളും കണ്ടെത്തിയതായും ജസ്നയുടെ പിതാവ് പറഞ്ഞു. ജസ്ന മുണ്ടക്കൈ വിട്ട് പോയിട്ടില്ലെന്നാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് പറയുന്നത്. അപായപ്പെടുത്തലിനുള്ള സാധ്യതയുണ്ട്. ജീവനോടെ ഉണ്ടെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ തന്നെ വിളിക്കാതിരിക്കാനാകില്ല. തുടക്കത്തിലെ അന്വേഷണത്തിൽ ലോക്കൽ പോലീസിന് വീഴ്ച സംഭവിച്ചു. CBIക്ക് പല കാര്യങ്ങളും കണ്ടെത്താനായില്ല. CBI കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന സാഹചര്യത്തിൽ തന്റെ നേതൃത്വത്തിൽ ഒരു ടീമായി സമാന്തര അന്വേഷണം നടത്തി. CBI വിട്ടുപോയ കാര്യങ്ങളടക്കം സമാന്തര അന്വേഷണത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി. ഇക്കാര്യങ്ങൾ 19-ന് കോടതിയിൽ കൈമാറും. നമ്മൾ CBIയുടെ അന്വേഷണ റിപ്പോർട്ട്, CBI അല്ല ഇതുവരെ അന്വേഷിച്ച ജസ്ന മിസ്സിംഗ് കേസിൽ അന്വേഷിച്ചിരിക്കുന്ന എല്ലാവരും അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വാങ്ങിയിരുന്നു. ഞാനും എൻ്റെ ടീമും അതിനെക്കുറിച്ച് പഠിച്ചു. ഈ CBI അന്വേഷിക്കുന്ന പോലെ ലോക്കൽ പോലീസ് അന്വേഷിച്ച പോലെ തന്നെ എൻ്റെ മകളെ അന്വേഷിച്ച് ഞങ്ങളൊരു ടീം പറയുന്നുണ്ട്, എപ്പോഴും ഉണ്ട്. ആ അന്വേഷണത്തിൽ നമുക്ക് അവരെത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു. ആ സൂചന കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അന്ന് വീട്ടിൽ നിന്ന് ഒരു വസ്ത്രം കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും CBIക്കൊന്നും അറിയില്ല. അപ്പോൾ അതാണ് 6 മാസ കാലാവധി കൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം, പറയും. അതെല്ലാം 19-ന് ഞാൻ പറയും. ജസ്ന വിദേശത്തേക്ക് കടക്കുന്നതിനുള്ള സാധ്യതയില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി നുണ പരിശോധനകളടക്കം നടത്തിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ലോക്കൽ ആൾക്കാരും എല്ലാം കൂടെ പിതാവ് അല്ല വീട്ടിലാണ് കുഴപ്പങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോളിഗ്രാഫിനും ബ്രെയിൻ മാപ്പിങ്ങിനും ബാംഗ്ലൂർ പോയി വിധേയനായി. അതുപോലെ എബിൻ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, അവളുടെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ടെന്ന് പറയുന്നുണ്ട്, എബിനും ഞാനും ഒക്കെ ഒന്നിച്ച് അവിടെ പോയത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗം കറക്റ്റ് ആയാലേ നമുക്ക് മറ്റൊരാളിലേക്ക് ചൂണ്ടാൻ പറ്റുള്ളൂ. തന്റെ സമാന്തര അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ താനും ടീമും ചേർന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്നുമാണ് ജസ്നയുടെ പിതാവ് പറഞ്ഞത്. ജനം, പത്തനംതിട്ട.